ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ LED സ്ട്രിപ്പ് കാര്യങ്ങൾ, അതായത് നമ്മുടെ സീലിംഗ് വർക്കിലൊക്കെ LED സ്ട്രിപ്പ് കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന SMPS അല്ലെങ്കിൽ അഡാപ്റ്റർ LED ഡ്രൈവാണ് നമ്മൾ നോക്കുന്നത്. ഇത് 12 വോൾട്ടിൻ്റെ ആണ്, 16 ആംപിയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ലൂക്കറിൻ്റെയാണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിവൈസ് വരുന്നത്. അപ്പോൾ വളരെ നീറ്റാണ്, അതായത് സീലിങ്ങിലൊക്കെ ഇടുന്നതായതുകൊണ്ട് വളരെ കനം കുറഞ്ഞ രീതിയിലായിരിക്കണം നമുക്ക് വേണ്ടത്. കാരണം പുറത്തുനിന്ന് കാണാത്ത രീതിയിലായിരിക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് എക്സോസ്റ്റുള്ള മോഡൽ വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. 12 വോൾട്ട് 16 ആംപിയർ, അപ്പോൾ 192 വാട്ട്സ്, അതായത് 12 × 16 എന്ന് പറയുമ്പോൾ 192 വാട്ട്സ്. അങ്ങനെയാണ് വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് DC വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ DC യും AC യും രണ്ട് സൈഡുകളുണ്ട്. അപ്പോൾ അത് മാറിപ്പോവാതെ വേണം നമുക്ക് കൊടുക്കാനായിട്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. ആദ്യമേ തന്നെ നോക്കുക, വേണ്ട 200 കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇൻപുട്ട് 240 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് വരുന്നത് V+, V-. V+ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോസിറ്റീവ്, അതായത് 12 വോൾട്ട് പോസിറ്റീവും 12 വോൾട്ട് മൈനസുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 230 വോൾട്ട് അല്ലെങ്കിൽ 240 വോൾട്ട് KCB കൊടുക്കുകയാണെങ്കിൽ അപ്പുറത്ത് നമുക്ക് 12 വോൾട്ട് 12 വോൾട്ടാണ് ലഭിക്കുന്നത്. ഇനി അത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. 3 സ്ക്രൂകളുണ്ടോ, നമുക്കിതൊരു കേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതായത് അത് ജസ്റ്റ് അതിൻ്റെ പൊക്കി മാറ്റുക, ഗ്ലാസിൻ്റെ അത് മാറ്റി കഴിയുമ്പോൾ 3 സ്ക്രൂകളുണ്ട്. ഓരോ സ്ക്രൂകളിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, സൈഡുകളിലായിട്ട്. അപ്പോൾ ഈ സൈഡിൽ ഇൻപുട്ട് 12 വോൾട്ട് LE എന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ അത് ആദ്യം L എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ആദ്യം കാണുന്ന സ്ക്രൂവിൻ്റെ ലൈൻ വോൾട്ടേജിൽ, ആ 230 വോൾട്ട് AC വരുന്ന ഫേസാണ് അവിടെ ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ E എന്ന് പറയുന്നത് എർത്താണ് കൊടുക്കേണ്ടത്, N എന്ന് പറയുന്നത് ന്യൂട്രാണ് കൊടുക്കേണ്ടത്. ഈ ഓർഡർ തന്നെ വേണം നമ്മളത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അഡാപ്റ്റർ അടിച്ചു പോകാനും ചാൻസ് കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പോൾ LE എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ KCBയുടെ ഫേസ് ലൈൻ വരുന്നത്, E എന്ന് പറയുന്നത് എർത്ത് ലൈൻ വരുന്നത്, പിന്നെ N എന്ന് ഉദ്ദേശിച്ച ന്യൂട്രൽ. ഈ ഇങ്ങനെ 3 നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ ഈ 3 ലൈനിലും, അതായത് നമ്മളിത് കൊടുത്ത് ഓണാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് LED തെളിയും, അതായത് ഓൾറെഡി. അപ്പോൾ SMPS അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രൈവ് ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ നമുക്ക് എടുക്കാം. LED സ്ട്രിപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്ന 12 വോൾട്ട് വരുന്നത് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 12 വോൾട്ട് 2 പ്ലസും 2 മൈനസും കിടക്കാവുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് V+ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, V+ ഈ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, V- അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണുന്ന 4 സ്ക്രൂ കാണാൻ സാധിക്കുക. V+ ഉദ്ദേശിച്ച ആദ്യത്തെ 2 സ്ക്രൂ V+ഉം പിന്നെ അവസാനം കാണുന്ന 3-ാമത്തെയും 4-ാമത്തെയും V- ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് എടുക്കണമെങ്കിൽ 1-ാമത്തെയും 3-ാമത്തെയും സ്ക്രൂ എടുത്താൽ മതി. 1-ാമത്തെ V+ എടുക്കാം, 3-ാമത്തെ V- കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തൊരു പ്ലസ് വോൾട്ടേജ് കൊടുക്കണമെങ്കിൽ 2-ാമത്തെയും 4-ാമത്തെയും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ആദ്യത്തെ 2 പ്ലസും ആദ്യത്തെ ഇപ്പുറത്ത് 3-ഉം 4-ഉം മൈനസും ആയിട്ടാണ് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ഡ്രൈവുകളിൽ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ചില ഡ്രൈവുകളിൽ ഈ രീതിയിലായിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ വാട്ട്സ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു 12 അതായത് ഇപ്പോൾ ഈ വാട്ട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഞങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ വളരെ സ്ലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന സീലിങ്ങിൻ്റെ അകത്ത് കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെക്കുന്നതിന് കാര്യങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നില്ല. ഓവർ ഹീറ്റോ ഓവറായിട്ട് തന്നെ സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത് SMPS മോഡലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വോൾട്ടേജ് കാര്യങ്ങൾക്ക് ഫ്ലക്ച്വേഷൻസ് വന്നാലും സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട അത്രേ ഉള്ളൂ, നമ്മൾ LED സ്ട്രിപ്പിലേക്കാണെങ്കിലും പ്രൊഫൈൽ LEDയിലേക്കാണെങ്കിലും നമുക്ക് ഈ ഡ്രൈവ് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും രണ്ടായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രൊഫൈൽ LED അല്ലെങ്കിൽ സാധാ LED സ്ട്രിപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ LEDകളിൽ വ്യത്യാസമുണ്ട്. സാധാ LED സ്ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് 1 മീറ്ററിന് മിനിമം 1 ആംപിയറെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കണം. പ്രൊഫൈൽ LED ആണെങ്കിൽ 1 മീറ്ററിന് 2 ആംപിയറെങ്കിലും മസ്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളിത് കണ്ടത് 12 വോൾട്ട് 16 ആംപിയറാണ്. അപ്പോൾ സാധാ LED സ്ട്രിപ്പ് ആണെങ്കിൽ 16 മീറ്റർ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. മാക്സിമം ഉണ്ടോ ഞാൻ ഉദ്ദേശിച്ചത് 16 മീറ്റർ വരെ നമുക്ക് കൊടുക്കാം. 16 മീറ്റർ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു 16 മീറ്ററിൽ ഒരു 15 മീറ്ററൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കുന്നത് നല്ലത്. എന്നിരുന്നാൽ തന്നെ 1 മീറ്ററിന് 1 ആംപിയർ വെച്ച് നോക്കുമ്പോൾ സാധാ LED സ്ട്രിപ്പ് 16 മീറ്റർ വരെ നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് പ്രൊഫൈൽ LED സ്ട്രിപ്പാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 1 മീറ്ററിൽ 2 ആംപിയർ എടുക്കുന്നതുകൊണ്ട് പ്രൊഫൈൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് 8 മീറ്റർ വരെ മാക്സിമം കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് വേണമെങ്കിൽ 8 മീറ്റർ ഫുള്ള് കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈവിനൊക്കെ ഫുൾ ലോഡ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് ലോഡ് കുറച്ചിട്ടുന്നതാണ് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് കാര്യങ്ങളാണ്. ഒരു പീക്ക്, അതായത് മാക്സിമം വാട്ട്സിൻ്റെ പീക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും അത് മാക്സിമം വാട്ട്സ് കൊടുക്കണമെങ്കിൽ ആ മാക്സിമം വാട്ട്സ് യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ
ലൈഫ് ലോങ് ആ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഫുൾ ലോഡ് കൊടുക്കാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാട്ട്സ് കാര്യം LED സ്ട്രിപ്പ് ആണെങ്കിലും പ്രൊഫൈൽ LED ആണെങ്കിലും എത്ര വാട്ട്സൊക്കെ എടുക്കുമെന്നും ഒക്കെ അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചില LED സ്ട്രിപ്പുകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്ന സമയത്ത് ഒരു ലെങ്ത്ത് തുടങ്ങുന്നത്, അത് LED സ്ട്രിപ്പിൻ്റെ തുടക്കത്തിൽ നല്ല ബ്രൈറ്റ്നസ്സും ഏറ്റവും എൻഡിലെ ബ്രൈറ്റ്നസ് കുറവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.